കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. ഇങ്ങനെ ഒരു പറ്റിക്കൽ നമ്മുടെ കൺവിൻസിംഗ് സ്റ്റാർ പോലും നടത്തി കാണില്ല. കേരളത്തിനെ മദ്യവിമുക്തമാക്കിയില്ല എന്ന് മാത്രമല്ല, 2016 വെറും 29 ബാറുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനമായ കേരളം 2024 ആയപ്പോഴേക്കും 801 ബാറുകളുള്ള സംസ്ഥാനമായി മാറി. സ്കൂളുകളും ബാറും തമ്മിലുള്ള ദൂരം പോലും 200 നിന്ന് 50 മീറ്റർ ആക്കി കുറച്ചു. ഇനി ഡ്രഗ്സിന്റെ കാര്യമോ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സ്ഥിതിയിലാണ് കേരളം. ലഹരി മരുന്നുകൾ നൽകി കുട്ടികളെ പീഡിപ്പിക്കുന്ന കേസുകളും കേരളത്തിൽ കൂടി വരികയാണ്. മലപ്പുറത്ത് കുത്തിവെക്കുന്ന ലഹരി ഉപയോഗിച്ച് 10 പേരാണ് എയ്ഡ്സ് ബാധിതരായത്. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി സംഘത്തിലുള്ളവർക്ക് HIV ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരു സംഘത്തെ 9 പേർക്കാണ് HIV സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്തും പാലക്കാടും 5000-ലേറെയാണ് എയ്ഡ്സ് രോഗികൾ. ഇതിൽ 1% പേർക്ക് ഡ്രഗ്സിന്റെ ഉപയോഗത്തിലൂടെയാണ് എയ്ഡ്സ് പകരുന്നത്. ഡ്രഗ്സ് ഉപയോഗിച്ച് സ്കൂൾ കുട്ടികൾ പോലും കൊലപാതകങ്ങൾ ചെയ്യുന്ന വാർത്തയെ നമ്മൾ കേരളത്തിൽ കണ്ടു. തൃശൂരിൽ യുവാവിനെ കുത്തിക്കൊന്ന വിദ്യാർത്ഥികൾ കഞ്ചാവിനടിമ. കഞ്ചാവ് ലഹരിയിൽ സഹപാഠികളെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയതിന് സ്കൂളിൽ നിന്ന് ഇരുവരെയും പുറത്താക്കിയിരുന്നു. കേരളത്തിലെ യുവാക്കളിൽ 32% പേർ ലഹരി ഉപയോഗിക്കുന്നു എന്നാണ് 2019 കേരള പോലീസ് ഹൈക്കോടതിയിൽ വെളിപ്പെടുത്തിയത്. 32% എന്നത് ചെറിയൊരു സംഖ്യയല്ല. കേരളത്തിലെ യുവതലമുറ ലഹരി ഉപയോഗിച്ച് നശിക്കുന്നതിനു മുന്നേ അവരെ തിരിച്ചു പിടിക്കുക എന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക.